ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല അടിപൊളി ഒരു ലെയർ പൊറോട്ടയാണ്. നല്ല അടിപൊളി ലെയർ പൊറോട്ട. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പൊറോട്ട ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു പാത്രം എടുത്തിട്ട് നമ്മളൊരു 1/2 കപ്പ് പാൽ ഒഴിച്ചു കൊടുക്കണം. ഇത് ഒന്ന് മയപ്പിടാൻ വേണ്ടിയിട്ടാണ്. ഈ 1/2 കപ്പ് പാലെന്ന് പറയുന്നത് ഒരു 1 കിലോ മൈദയ്ക്ക് വേണ്ടിയിട്ടാണ്, ഓൾ പർപ്പസ് ഫ്ലോറിന് വേണ്ടിയിട്ടാണ്. എന്നിട്ട് അതിലേക്ക് നമ്മളൊരു 2 മുട്ട പൊട്ടിച്ചൊഴിക്കണം. എന്നിട്ട് അത് നന്നായിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. നമ്മൾ ബീറ്റ് ചെയ്യുമ്പം നമുക്ക് ഒരു നുള്ള് ബേക്കിംഗ് സോഡ ഇടാം. അതിൻ്റെ കൂടെ കുറച്ച് പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഇതിനകത്തേക്ക് ഈ ബീറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കുറച്ച് നെയ്യും കൂടി ഇട്ടിട്ട് ബീറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മളിപ്പം ആഡ് ചെയ്തിട്ടുള്ളത് ഒരു പിഞ്ച് ബേക്കിംഗ് പൗഡർ ആഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും, ആവശ്യത്തിന് ഉള്ള ഉപ്പും, പിന്നെ കുറച്ച് പഞ്ചസാരയും, ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ് കുറച്ച് പഞ്ചസാര ഇട്ടു. അതിൻ്റെ കൂടെ നമ്മൾ കുറച്ച് നെയ്യും കൂടി ആഡ് ചെയ്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്ക് ഓൾ പർപ്പസ് ഫ്ലോർ ആഡ് ചെയ്യാം. കുറച്ച് ആഡ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. കുറച്ച് വെള്ളം നമുക്ക് ആ ചപ്പാത്തി കുഴയ്ക്കുന്ന കൺസിസ്റ്റൻസിയിലേക്ക്, അത്രയും കട്ടി വേണ്ട, കുറച്ചൊന്ന് ലൂസായിട്ട് ആ കൺസിസ്റ്റൻസിയിലേക്ക് വരാൻ വേണ്ടിയിട്ട് കുറച്ച് വെള്ളം നമുക്ക് ഇതിൻ്റെ കൂടെ നമ്മൾ കുഴച്ച് കൊടുക്കുന്നതിൻ്റെ കൂടെ നമുക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. ഈ കൺസിസ്റ്റൻസി ആവുന്നവരെ നമ്മൾ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. മൈദ ആയതുകൊണ്ട് കുറച്ചുകൂടി സോഫ്റ്റ് ആയിരിക്കും. നമ്മൾ ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഇച്ചിരി ഹാർഡായിട്ടല്ല, ഇച്ചിരി സോഫ്റ്റായിട്ടായിരിക്കും ഇരിക്കുക. അതിനുശേഷം നമ്മൾ ഒന്നുകൂടി ഇതൊന്ന് പദം വരുത്താൻ വേണ്ടിയിട്ട് നമ്മളിതൊരു കൗണ്ടർ ടോപ്പിലോട്ടോ നമ്മുടെ പാചകത്തിലോട്ടോ എടുത്ത് മാറ്റിയിട്ട് നന്നായിട്ട് ഒന്നുകൂടി ഒന്ന് കുഴച്ച് എടുക്കുക. അപ്പോൾ നമ്മുടെ മാവ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമ്മളിതൊരു 45 മിനിറ്റ്സ് റെസ്റ്റ് വെക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു വെറ്റ് ടവൽ വെച്ച് അതൊന്ന് കവർ ചെയ്ത് പാത്രത്തിൽ അടച്ചു വെക്കാം. 45 മിനിറ്റ്സ് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ മാവ് നന്നായിട്ടൊന്ന് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഈക്വൽ പോർഷനായിട്ട് കട്ട് ചെയ്തിട്ടെടുക്കാം. ഇനി നമ്മൾ പൊറോട്ട ഉണ്ടാക്കുന്നതിലെ മെയിൻ കലാപരിപാടിയിലേക്ക് കിടക്കുകയാണ്. നന്നായിട്ട് വീശി അടിക്കുക. ഈ വീശി അടിക്കാൻ അറിയാത്തവർക്ക് അല്ലാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കൂടി ഞാൻ കാണിച്ചു തരാം. വീശി അടിച്ചിട്ട് എടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും. ഇല്ലാന്നുണ്ടെങ്കിൽ എല്ലാവർക്കും ഒന്നും വീശി അടിക്കുന്ന പറ്റത്തില്ല. അല്ലാതെ എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് കൂടി ഇപ്പോൾ കാണിച്ചു തരാം. വീശി അടിക്കുമ്പോഴത്തേനും ഭയങ്കര തിൻ ലെയറാവും. അതിനുശേഷം നമ്മളിങ്ങനെ വട്ടം ചുറ്റി പൂ പോലെ ആക്കിയെടുക്കണം. വീശി അടിക്കാൻ അറിയാത്തവർ ഇപ്പോൾ കാണിക്കുന്നത് പോലെ നന്നായിട്ട് എണ്ണ തൂവിയിട്ട് നല്ലതായിട്ട് ഇങ്ങനെ കൈ കൊണ്ട് പ്രസ് ചെയ്ത് സ്പ്രെഡ് ചെയ്തെടുത്താൽ മതി. ഇതുപോലെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്തെടുത്തതിന് ശേഷം നമ്മുടെ സ്പൂണിൻ്റെ പുറകും കൊണ്ട് ഇതുപോലെ നമുക്കൊന്ന് കട്ട് ചെയ്തിട്ടെടുക്കാം. നമ്മൾ വീശി അടിക്കുമ്പോൾ നല്ല തിൻ ലെയറാവും. ആ തിൻ ലെയർ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ്, നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ലെയർ കിട്ടാനും കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സെക്കൻഡ് മെത്തേഡ് ചെയ്യുമ്പം ഇതുപോലെ സ്പൂണും കൊണ്ട് ഒന്ന് കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. എന്നിട്ട് അത് ഒരുമിച്ച് ഇങ്ങെടുത്തിട്ട് അത് കൂട്ടി എടുത്തിട്ട് ഈ കാണുന്ന പോലെ നമ്മളിങ്ങനെ ഇതുപോലെ എടുത്ത് നമുക്ക് പൂ പോലെ ഇനി വട്ടം ചുറ്റിയിട്ടെടുക്കാം. എല്ലാ പോർഷൻസും നമ്മളിങ്ങനെ ചെയ്തെടുക്കണം. ചുട്ടെടുക്കാൻ വേണ്ടിയിട്ട് പോവാണ്. അതിന് മുന്നേ നമ്മൾ കൈ കൊണ്ട് ഇതുപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വേണം നമ്മുടെ കല്ലിലേക്കിടാൻ, ചൂടായിട്ടുള്ള കല്ലിലേക്കിടാൻ വേണ്ടിയിട്ട്. ലെയർ ഇപ്പം തന്നെ നന്നായിട്ട് തെളിഞ്ഞു വരുന്നുണ്ട്. നമുക്ക്
നല്ല ചൂടായിട്ടുള്ള കല്ലിലേക്ക് ഇട്ട് പൊറോട്ട തയ്യാറാക്കിയിട്ടെടുക്കാം. ഇതേപോലെ ബാക്കി പൊറോട്ടയും നമുക്ക് തയ്യാറാക്കിയെടുക്കാം. അതിനുശേഷം ഒരു മെയിൻ പരിപാടിയുണ്ട്. അതും കൂടി ചെയ്തു കഴിഞ്ഞാൽ ആ പൊറോട്ടയുടെ കംപ്ലീറ്റ്നെസ് ആവുകയുള്ളൂ. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. പൊറോട്ട എല്ലാം തയ്യാറാക്കിയതിന് ശേഷം ഇതുപോലെ എടുത്തിട്ട് നന്നായിട്ടൊന്ന് കൈ കൊണ്ട് അടിച്ചെടുക്കണം. അപ്പോഴേ ആ ലെയർ സെപ്പറേറ്റ് ആയിട്ട് വരുള്ളൂ. ഇപ്പം നമ്മുടെ അടിപൊളി ലെയർ പൊറോട്ട തയ്യാറായിട്ടുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളിത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈസി അടിക്കാൻ അറിയാത്തവർ ആ സെക്കൻഡ് മെത്തേഡ് ചൂസ് ചെയ്യുന്നാൽ മതി. വലിയ പാടൊന്നുമില്ല. നമ്മൾ കടയിൽ കിട്ടുന്ന പോലത്തെ നല്ല അടിപൊളി പൊറോട്ട തയ്യാറാക്കാൻ പറ്റും. ഇതിൻ്റെ കൂടെ നല്ല ബീഫോ ചില്ലി ചിക്കനോ ഒക്കെ ഉണ്ടെങ്കിൽ നല്ല അടിപൊളിയായിരിക്കും. ഇന്നലെ ചില്ലി ചിക്കൻ ഉണ്ടാക്കുന്ന ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അത് കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ താഴെ ലിങ്ക് കൊടുക്കാം. അത് തീർച്ചയായിട്ടും പോയിട്ട് കാണണം. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇത് നല്ല ലെയറായിട്ട് വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റാണ്, നല്ല ടേസ്റ്റാണിത്. ഇതിന് മുന്നേ ഉണ്ടാക്കിയിട്ടുണ്ട് ഞങ്ങൾ, അതുകൊണ്ടാണ് പറയുന്നത്. നിങ്ങളെല്ലാവരും തന്നെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. ഈ വീഡിയോ കാണുന്നത് നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയിട്ട് മറക്കരുത്. താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഞെക്കി അതിൻ്റെ സൈഡിലുള്ള ബെല്ലൈക്കൺ ഞെക്കി ഓളൊന്ന് കൊടുക്കുക. അപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ഫോണിൽ എത്തിച്ചേരുന്നതായിരിക്കും. അപ്പം നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.